തിരുവെഴുത്തില് എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ സ്വത്രം നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവമുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. നിങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നിങ്ങളെ മുൻപോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റ് വരുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ജയം തരുവാൻ എൻ്റെ കർത്താവ് മനസ്സുള്ളവനാണ്. പക്ഷെ നമ്മുടെ നോട്ടം കർത്താവിങ്കിൽ നിന്ന് മാറി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി പോയാൽ ലോകത്തിന്റെ പിശാച് നിന്റെ ജീവിതയാത്രയെ ബന്ധിച്ചുകൊണ്ട് നിന്നെ തകർക്കുവാൻ അവൻ നിന്നെ പിന്നാലെ കടന്നു വരും. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവവചനം പറയുന്ന അനുസരിച്ച് ദൈവത്തെ പിൻപറ്റാൻ തയ്യാറായാൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു മേഖലയിൽ തോൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരൊക്കെ നീ തോൽക്കുമെന്ന് പറഞ്ഞാലും, നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന് പറഞ്ഞാലും, നിന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ പ്രാപിക്കത്തില്ല, നിന്റെ ഭവനത്തിനകത്ത് നീ ആഗ്രഹിക്കുന്ന ഉയർച്ച നിനക്ക് ലഭിക്കത്തില്ല, നിന്റെ സന്തതിയുടെ രോഗം മാറത്തില്ല, നീ ദേശത്തിന്റെ മുമ്പിൽ അനാഥനായി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അലഞ്ഞു നടക്കേണ്ടി വരും എന്ന് വിധിച്ച് തള്ളുന്നവരുടെ മുമ്പിൽ സർവശക്തനായ കർത്താവ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും അവയുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ വിടുവിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. വ്യക്തമായി പറയട്ടെ, മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് നീ അവരുടെ മുഖത്തേക്ക് നോക്കാതെ നിന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ആഗ്രഹങ്ങളെ നീ പറയാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ദേശത്തിന്റെ മുൻപിൽ നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ഒരു പൈശാചിക ശക്തികളും ഒരു വ്യക്തിപരമായ പോരുകളും നിന്നെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സങ്കീർത്തനങ്ങൾ 91:10-11 പറയുന്നതാണ്, ഒരനർത്ഥവും വരുത്താതെ ഞാൻ നിന്നെ കാക്കും, നിന്റെ എല്ലാ വഴികളിലും ഞാൻ നിന്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ നല്ല പകൽക്കാലം നിന്നെ കരുതാമെന്ന് പറഞ്ഞ കർത്താവിന്റെ ഉള്ളം കരത്തിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്ക്. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തി മാനിക്കും. വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമ്മേദായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അവിടെ വെച്ചോണേ സ്വത്രം. നോക്ക്, അഹശ്വേരോശ് രാജാവ് സ്വത്രം ഹാമാന് എന്തു കൊടുത്ത്? ഉന്നത പദവി, സ്വത്രം ഉയർച്ച, സ്ഥാനക്കയറ്റം സ്വത്രം. നോക്ക്, ഹാമാന് കൊടുത്തു സ്വത്രം. അത് തനിക്ക് കിട്ടിയപ്പോൾ തനിക്ക് ഈ സാഹചര്യത്തെ അതിൻ്റെ താഴ്മയോടെ നോക്കിക്കാണാതെ രാജാവിനേക്കാൾ വലിയവനായി എന്നൊരു തോന്നൽ ഹാമാന്റെ അകത്ത് വന്നിട്ട് സ്വത്രം അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവനേക്കാൾ വലിയവരെയും അവനേക്കാൾ ചെറിയവരെയും തൻ്റെ കാൽക്കീഴിലാക്കേണ്ടതിന് രാജാവിൻ്റെ കരത്തുനിന്ന് അധികാരപത്രവും എഴുതി വാങ്ങി ഹാമാൻ കൊട്ടാരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മൊർദെഖായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടു. സ്വത്രം ഹാമാൻ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും തലകുനിച്ച് ഹാമാനെ നമസ്കരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിയമത്തെ എല്ലാം മാറ്റി എഴുതി. എന്നാൽ ദൈവത്തിന്റെ ദാസൻ നോക്ക്, ഈ മൊർദെഖായി ഹാമാന്റെ മുമ്പിൽ തലകുനിച്ചില്ല, വണങ്ങിയില്ല. എന്തുകൊണ്ട്? നമിക്കുവാൻ യോഗ്യനായവൻ, വണ
വണങ്ങുവാൻ യോഗ്യനായവൻ, സ്തുതിക്ക് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, തല താഴ്ത്തുവാൻ യോഗ്യനായവൻ ഒരുവനേ ഉള്ളൂ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ തലവണക്കം ഒരുത്തൻ ലോകത്തിന്റെ ആരുടെ മുമ്പിൽ തലവണക്കേണ്ടി വരത്തില്ല. എന്നാൽ നീ ലോകത്തിന് മുമ്പിൽ തലവണക്കേണ്ടി വരുന്നത് നീ ദൈവത്തിന് മുമ്പിൽ തലവണക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ്. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, നോക്ക്, ഹാമാന് കിട്ടിയ ഉദ്യോഗ കയറ്റത്തിൽ ഹാമാൻ നോക്ക്, തനിക്ക് കിട്ടിയ ആ മഹത്വത്തിൽ താൻ പ്രശംസിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിമകളാക്കി വാഴുവാൻ അവൻ പദ്ധതി ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. അവന്റെ ഇരിപ്പിടം തന്നോട് കൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. സ്വത്രം നോക്ക്, രാജാവ് ഇന്നലെ വരെ അവനായിരുന്ന മണ്ഡലത്തിൽ നിന്ന് രാജാവിന് സമമായി അവനെ ഇരുത്തുവാൻ തീരുമാനിച്ചു. സ്വത്രം. അർഹതയില്ലാത്ത ചില അംഗീകാരങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ കരുണയാൽ നിനക്കും എനിക്കും കിട്ടുമ്പോൾ ആ തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ നീ നിന്നെ താഴ്ത്തി കൊടുക്കുമെങ്കിൽ ലോകത്തിൽ ആർക്കും നിന്നെ ജയിപ്പാൻ കഴിയാത്തതുപോലെ സകലത്തിന് നാമത്തിന് മേലായ നാമം നൽകി നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെയും സ്വർഗത്തിലെ ഉയർത്തും. പക്ഷെ ഉയർച്ച കിട്ടിയ ഹാമാൻ സ്തോത്രം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കണ്ടിട്ട് അവൻ ദേഷ്യമാ വന്നത്. എല്ലാവരും തലവണക്കിയിട്ടും സ്വത്രം മൊർദെഖായി തലകുനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ കുടുംബത്തെ അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അവന്റെ പിൻപിലുള്ള ആരൊക്കെയാണെന്ന് ഹാമാൻ അന്വേഷിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി, സ്വത്രം ഇവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുന്നവനാ. അങ്ങനെയാണെങ്കിൽ ഇവന്റെ പിന്നിലുള്ള ഒരൊറ്റ വ്യക്തിയും എന്നെ വണങ്ങത്തില്ല. സ്വത്രം. വ്യക്തമായി ദൈവപൈതലേ നിങ്ങളോട് പറയട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കുന്ന നീ തല വണക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവത്തിന് മുമ്പിലെ തല വണക്കാമുള്ളൂ. മറ്റാരെ കടന്നില്ല, തല ഉയർത്തി നിർത്തിയിട്ട് പറയണം, സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടാതെ പോയാൽ നീ നിന്റെ സന്തതി തകർന്നു പോകുന്നു. അത് പറയണമെങ്കിൽ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണം. ദൈവത്തിന്റെ ആത്മാവ് തല കുനിപ്പിക്കുന്ന ആത്മാവല്ല, തല ഉയർത്തുന്ന ആത്മാവാ. അങ്ങനെയാണെങ്കിൽ നിന്റെ തല കുനിഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിൽ നിന്റെ തല ഉയർത്തി മാനിച്ച നാളുകളെയും നിമിഷങ്ങളെയും ദിവസങ്ങളെ ഓർത്തിട്ട് മഹത്വം തല ഉയർത്തി ദൈവത്തിന് കൊടുക്കണം. വ്യക്തമായി പറയട്ടെ, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. സ്തോത്രം. പക്ഷേ അവന്റെ തല ഉയർത്തിയത് തന്റെ അപ്പനല്ല, സ്വത്രം തന്റെ കൂടപ്പുറപ്പുകളല്ല, ശൗലല്ല, പിന്നെയോ ഇസ്രായേലിലെ ഒരു മനുഷ്യനുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാ. എങ്ങനെയാണ് അവന്റെ തല ഉയർത്തിയത്? സ്വത്രം. അവൻ എല്ലാവരുടെയും ചെന്നിട്ട് നോക്ക്, അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ഫെലിസ്ത്യൻ ഇസ്രായേലിന്റെ ദൈവത്തെയും ഇസ്രായേൽ മക്കളെ നിന്ദിപ്പാൻ ഇവൻ എന്ത് യോഗ്യത? ഇവന്റെ തല തകർക്കുവാൻ ഇവിടെ ആരുമില്ലയോ? സ്തോത്രം. നോക്ക്, സർവശക്തനായ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച ദാവീദ് ചെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, രാജാവ് പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്. എടാ കുഞ്ഞെ, നീ ഒരു ബാലനാണ്, നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. സ്തോത്രം. കൃപയുള്ള ദാവീദ് ഭയപ്പെട്ടില്ല. കാരണം അവന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ദൈവ പൈതലേ, ഒന്നുമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നിന്നെ ഇവിടുത്തോളം കൊണ്ടുവന്ന് ഉയർത്തി മാനിപ്പാൻ സ്വർഗത്തിൽ അപ്പന് മനസ്സുണ്ടായെങ്കിൽ ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. ഒരിക്കലും നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. ഒരിക്കലും നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടത്തില്ല. നീ ദേശത്ത് ഉയർച്ച കാണത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്നയോളം നിന്നെ കരുതുവാൻ സ്വർഗത്തിലെ അപ്പന് മനസ്സലിവ് തോന്നിയെങ്കിൽ വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ, മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആരും സഹായിപ്പാനില്ലാതെ ഇരുന്ന ദാവീദ് തന്റെ ആടുകളെ സംരക്ഷിപ്പാൻ പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് തന്റെ ആടുകളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ നിലവിളിച്ച നിലവിളി സ്വർഗം കേട്ടിട്ട് ദാവീദിൽ പകർന്ന അഭിഷേകം സിംഹത്തെയും കരടിയെയും കീറുവാൻ തക്കതായി ആയിരുന്നുവെങ്കിൽ വ്യക്തമായി പറയട്ടെ, ഫെലിസ്ത്യനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന കേട്ടപ്പോൾ അവൻ ഭയപ്പെടാതെ ഇരുന്നത് തന്റെ മകൾ പകരപ്പെട്ട ആ ദൈവിക ശക്തിയാ. ഈ നല്ല പകൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവം തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശത്രുവിന്റെ ആരവാരവം കേട്ട് ഭയപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവൻ എന്നുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ തയ്യാറാകുമെങ്കിൽ ശത്രു നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടും.
പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, അവൻ ബാല്യം മുതലേ യോദ്ധാവാ. സ്വന്തം എല്ലാവർക്കും അറിയാം, ഗോലിയാത്ത് വലിയ യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന, എല്ലാവരെക്കാളും ആജാന ബാഹുവാണ്. മാത്രമല്ല ആ രാജ്യത്ത് അവനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ ആരുമില്ല. നോക്കി, ഇസ്രായേലിൽ അവൻ വന്നിട്ട് വെല്ലുവിളിക്കുക, നിങ്ങൾ എല്ലാവരും യുദ്ധം ചെയ്യണ്ട, എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകൾ. സ്വത്രം ആരും വന്നില്ല. ദൈവം തെരഞ്ഞെടുത്ത സ്വത്രം ശൗല് പോലും ഭയപ്പെട്ട് കൊട്ടാരത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ ഭയം കൂടാതെ ഒരു വനിത ഗോലിയാത്തിന് നേരെ വരികയാ. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ അപ്പം മറന്ന്, ആ കൂടപ്പറപ്പുകൾ മറന്ന് സ്വത്രം ആടുകളുമായി വനാന്തരങ്ങളിൽ നിൽക്കുമ്പോൾ അവൻ കണ്ട ദൈവത്തിന്റെ മഹത്വം തന്നിൽ വെളിപ്പെട്ടത് കൊണ്ട് സൈന്യങ്ങളുടെ യഹോവയെ നിന്ദിക്കുന്ന ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവനെ നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ അകത്ത് ഉള്ള ആത്മാവ് ചലിച്ചു. ഭാവിക്കണതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവത്തിന്റെ കരത്തിൽ ഞാൻ ഒന്നുമില്ല, സകലതും എൻ്റെ ദൈവമേ നീയാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, സ്വർഗമിറങ്ങി വരും. ഈ ലോകത്തിന്റെ മോഹം നമ്മെ കൊണ്ടെത്തിക്കുന്നത് പാപത്തിലും ശാപത്തിലും രോഗത്തിലും മരണത്തിലുമാണ്. എന്നാൽ ദൈവ സ്നേഹം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ലോകത്തിന്റെ ഉന്നതങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ അവന്റെ ബലമുള്ള കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കണം. നോക്ക്, മൊർദെഖായി സ്വത്രം നോക്ക്, ഇസ്രായേലിന് എതിരെ നോക്ക് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് എതിരെ സ്വത്രം നിയമം എഴുതി ഉണ്ടാക്കി സകലത്തിനെയും കൊല്ലുവാൻ ഒരു വലിയ കഴുകുമരവും ഒരുക്കി. വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ മനസ്സുള്ളവനാ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം. ഇടത്തും വലത്തും വീണ് കിടക്കുന്നവരെ നോക്കരുതേ കുഞ്ഞെ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ജൽപ്പനമാകരുതേ. ദൈവമുഖത്തേക്ക് നോക്കുന്ന നോട്ടം പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടാകരുത്. നീ ആഗ്രഹിക്കുന്ന തരുവാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിലുണ്ട്. അതുകൊണ്ട് അവൻ എന്നെ തന്നു നിറയ്ക്കുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കണം. അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, കൂടപ്പിറപ്പുകൾ പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, വീട്ടുകാർ പറഞ്ഞത് ഒന്നുമല്ല ഓർക്കേണ്ടത്. ദൈവം നിന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നീ ഓർത്തിട്ട് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്കണം. വ്യക്തമായി പറയട്ടെ, അവരും ഇവരും പറയുന്ന കേട്ടിട്ട് ദൈവമുഖത്തേക്ക് നോക്കിയാൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ കാണത്തില്ല. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ടിട്ട് ദൈവമുഖത്തേക്ക് നോക്കി നിന്റെ ആ ആവശ്യങ്ങളെ പറയുവാൻ നീ തയ്യാറാകുമെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നോക്ക്, ഹാമാന്റെ മുമ്പിൽ തലവണക്കുവാൻ സ്വത്രം മൊർദെഖായി മനസ്സ് കാണിക്കാത്തതുകൊണ്ട് അവന്റെ കൂട്ടരെയും കൊന്നൊടുക്കുവാൻ സ്വത്രം നോക്ക് ഒരു വലിയ കഴുകുമരം അവൻ ഒരുക്കിയുണ്ടായി. സ്വത്രം നോക്ക്, ഒന്ന് വായിക്കാമോ? സ്വത്രം ഈ നിയമം പുറപ്പെട്ടു വന്നപ്പോൾ സ്വത്രം ദേശത്ത് മുഴുവനും കരച്ചിലുയർന്നു, നിലവിളി ഉയർന്നു. ആരാ നിലവിളിച്ചത്? പ്രാർത്ഥിക്കുന്ന ദൈവജനം. ആരോട് നിലവിളിച്ചു? സർവശക്തനായ ദൈവത്തോട് നിലവിളിച്ചു. നാം പലപ്പോഴും അപ്പൻ്റെ മുഖത്ത് നോക്കി നിലവിളിക്കാറുണ്ട്, അമ്മയുടെ മുഖത്ത് നോക്കി നിലവിളിക്കാറുണ്ട്, കൂടപ്പുറപ്പുകളുടെ മുഖത്ത് നോക്കി നിലവിളിക്കാറുണ്ട്. അവരൊക്കെ ചെയ്യുന്നതിനും തരുന്നതിനും ഒക്കെ പരിധി ഉണ്ടാകും, പരിമിതി ഉണ്ടാകും. ഞാനിങ്ങനെ പറയട്ടെ, ഈ വിവാഹം നടക്കുന്ന സമയത്ത് പാസ്റ്റർ ഇങ്ങനെ പറയും, സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷത്തിലും മരണം നമ്മളെ വേർപിടിവിക്കും വരെ സ്വത്രം ഞാൻ കൂടെ നിന്നോളാം. എവിടെ തരം കിട്ടിയ പണ്ട് ഹവ്വ ഓടിയതുപോലെ ഓടും. സ്വത്രം എവിടോട്ടാ ഹവ്വ ഓടിയത്? ആ തോട്ടത്തിൽ നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലോട്ട്. സ്വത്രം സാഹചര്യങ്ങളെ നോക്കി നീ പിന്മാറി പോകാതെ, എന്ത് സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമായിരുന്നാലും അനുകൂലമായി നിൽക്കാമെന്ന് പറഞ്ഞ കർത്താവിനോട് കൂടെ നിന്നിട്ട് കർത്താവിന്റെ വചനം എന്ത് പറയുന്നു ആദ്യം കേട്ട് ആദ്യപ്രകാരം നീ യാത്ര ചെയ്യണം. ഓക്കെ, ഹാമാൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടോ രാജാവ് എനിക്ക് ഉദ്യോഗക്കയറ്റമൊക്കെ തന്ന്, പക്ഷെ എനിക്കുള്ള മനസ്സിന് സമാധാനമില്ല. എന്ത് പറ്റി ചേട്ടായി? ഒരു
മൊർദെഖായും അവൻ്റെ കൂടപ്പുറപ്പുകളും കൂട്ടരും എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നമ്മളിങ്ങനല്ലേ? എടേ, അവൻ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരെന്നെ കണ്ടിട്ട് ഒന്നും ചിരിച്ചത് പോലും ഇല്ല. കുഞ്ഞെ, അവർ ഒരു മൈൻഡ് ചെയ്തില്ല, അവർ ഒരു ചിരിച്ചില്ല എന്ന് കരുതി നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിന്നെ അറിയുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ നിന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കാത്തവരുടെ മുമ്പിൽ കൊണ്ടുപോയി മാനിക്കുന്ന ഒരു ദിവസമുണ്ടാകും. നിന്നെ അംഗീകരിക്കാത്തവരുടെ മുൻപിൽ നിന്നെ കൊണ്ടുപോയി നിർത്തി അംഗീകരിപ്പിക്കുന്ന ഒരു സാഹചര്യം ദൈവം നിനക്ക് തരുന്ന സമയം വരെ ദൈവത്തോട് കൂടെ നിൽക്കണം. സ്വത്രം. അങ്ങനെ നീ ദൈവത്തോട് കൂടെ നിന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ആരുടെ മുമ്പ് തലകുനിക്കേണ്ടി വരത്തില്ല. നമുക്ക് വായിക്കാം എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായം 14-ാം വാക്യം. അതിന് അവന്റെ ഭാര്യ തന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം തലകുനിക്കുന്നില്ല, മൊർദെഖായും കൂട്ടരും തലകുനിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നോക്ക്, ഹാമാന്റെ ഭാര്യയായ സേരസ് പറഞ്ഞ ഒരു മറുപടി കേൾക്കണേ. സ്വത്രം. അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ. സ്വത്രം. നോക്ക്, ഒരു 50 മുഴം നീളമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്ക്. സ്വത്രം. നമുക്ക് അവനെ അതിനകത്ത് തൂക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വ്യക്തമായി പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസനിൽ തലവണക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഹാമാനെയും കൂട്ടരെയും തൂക്കണ്ടതിന് നീ ഒരു 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്ക്. നമുക്ക് നിയമം എഴുതി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹിതത്തിനനുസരിച്ച് നമുക്ക് അവനെയും അവൻ്റെ കുടുംബക്കാരെയും കൂട്ടരെയും തൂക്കിക്കൊല്ലാം. ലോകം മൊത്തം അത് കാണും. ഹാമാനെ നീ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകൽ എന്നെ കേൾക്കുന്ന കൂടപ്പറപ്പുകളെ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപ്പതിൽ നേരെ, ദൈവമുഖത്തേക്ക് നോക്കി കരയുന്ന ഒരു ദൈവപ്പതിൽ നേരെ, ദൈവവചനം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപ്പതിൽ നേരെ ആരൊക്കെ ഏതെല്ലാം നിലവാരത്തിൽ വാടകോരി എന്ന് പറഞ്ഞാലും, ഏതെല്ലാം നിലവാരത്തിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞുകൂട്ടി വിളിച്ചു നേർച്ചകൾ നടത്തി കാഴ്ചകൾ വെച്ച് സ്വത്രം ലോകത്തിൽ അവിടെ ഇവിടെയും കടന്നു പോയി കുമ്പസരിച്ച് അതുപോലെ തന്നെ മറ്റു നേർച്ചകൾ നടത്തി നിന്നെ ഒതുക്കി കെട്ടാമെന്ന് പറഞ്ഞാലും, സ്വത്രം ആ മലയിൽ ഈ മലയിലും പോയി നേർച്ച കഴിച്ച് നിന്റെ കുടുംബത്തെ തകർക്കുമെന്ന് പറഞ്ഞാലും നീ തകർന്ന് വീഴുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിന്നെ തകർക്കുമെന്ന് പറയുന്നവൻ മൂച്ചോടെ മുടിഞ്ഞു പോകുന്ന അവസരത്തിൽ സ്വർഗം കൊണ്ടുവന്ന് എത്തിക്കും. നിന്റെ തല സ്വർഗം ഉയർത്തി മാനിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, കഴുകുമരം ഉയർന്നു. സ്വത്രം. മൊർദെഖായി കരഞ്ഞു. സ്വത്രം. മൊർദെഖായി കരഞ്ഞു. മൊർദെഖായിയുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കരഞ്ഞു. വചനം പറയുന്നു, ദേശത്ത് മുഴുവനും നിലവിളി ഉയർന്നു. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, നിനവെ പട്ടണത്തിൽ യോന കടന്നു ചെന്നപ്പോൾ സ്വത്രം സർവശക്തനായ ദൈവം പറഞ്ഞു, യോനയെ നിനവെ പട്ടണത്തോട് എന്റെ അരുളപ്പാട് അറിയിക്കുക. സ്വത്രം. നോക്ക്, നിനവെ പട്ടണം ഇനി 40 ദിവസം കഴിയുമ്പോൾ നശിച്ചുന്മൂലമാകുമെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നിനവെ പട്ടണക്കാർ ദൈവത്തിന് സന്നിധിയിൽ താഴ്ത്തി നിലവിളിച്ച് രട്ടിലും വെണ്ണീരിലും ഇരുന്നത് കൊണ്ട് ആ നിനവെ പട്ടണത്തിൽ വരുമെന്ന് പറഞ്ഞ വിപത്തിനെ സ്വർഗം എടുത്തു മാറ്റിയെങ്കിൽ, ശൂഷൻ രാജധാനിയിൽ എസ്തേർ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് അടിച്ചു വിലസുക. സ്വത്രം. അവിടെ രാജകുമാരി അല്ല, ദാസിയാണ്. എന്നിട്ട് പോലും തന്നെ ഇവിടത്തോളം എത്തിച്ച മൊർദെഖായെ ഓർക്കുകയോ തൻ്റെ കൂടെപ്പുറപ്പുള്ള രക്ഷയ്ക്ക് വേണ്ടി ആ കൊട്ടാരത്തിനകത്തൊരു വാക്ക് പറയുകയോ ചെയ്യാതെ തനിക്ക് അർഹതയില്ലാത്ത അംഗീകാരം കിട്ടിയപ്പോൾ അവള് വിലസുകയാ. സ്വത്രം. ഈ നല്ല പകലിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകലിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കൂടപ്പുറപ്പേ, നിനക്ക് ലഭിക്കാത്ത അംഗീകാരം നിനക്ക് ദൈവം ഒരുക്കി തരുമ്പോൾ
നീ തോറ്റു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ലോകയുടെ മുമ്പിൽ ഒരു പരസ്യക്കോലമാക്കി മാറ്റാൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോൾ അവിടുന്നൊക്കെ നിന്നെ മാറ്റിക്കൊണ്ടുവന്ന് ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്ന സർവശക്തനെ മറന്ന് നിനക്ക് ബോധിച്ച വഴിയിൽ നീ യാത്ര ചെയ്താൽ നീ പിന്നത്തതിൽ കരയേണ്ടി വരും. മൊർദെഖായി ദൂതൻ മുഖാന്തരം എസ്തറിനോടൊരു ദൂതറിയിക്കുക. സ്വത്രം വായിച്ച 4:14. സ്വത്രം നീ ഈ സമയത്ത് മിണ്ടാതിരുന്നോ? സ്വത്രം എസ്തറേ, നീ ഈ സമയത്ത് നീ സകലം മറന്ന് ആഡംബരത്തോടെ ജീവിച്ച് നീ സുഖിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് നിനക്ക് സന്തോഷിക്കാനുള്ള പകൽക്കാലമല്ല, പ്രതികൂലത്തിന്റെ പകൽക്കാലമാ. അതുകൊണ്ട് ഈ പ്രതികൂലം കടന്നു വന്ന് നിന്റെ കഴുത്തിനുമേൽ തല കാണാതെ ഇരിക്കേണ്ടതിന് സ്വത്രം നിന്റെ കഴുത്തിനുമേൽ തല ഇരിക്കണമെങ്കിൽ സ്വത്രം നീ സകലതും മാറ്റിവെച്ചിട്ട് ദൈവസനിൽ മുഴങ്കാല് മടക്കിക്കോ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ സ്വത്രം. പിന്നെ എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ കാശുള്ള ആൾക്കാരുണ്ട്, എൻ്റെ അപ്പൻ്റെ കയ്യിൽ പണമുണ്ട് സ്വത്രം, എൻ്റെ കൂടപ്പുറപ്പിന് കഴിവുണ്ട് സ്വത്രം. നമ്മളിതൊക്കെ പറഞ്ഞ് എന്തോന്ന് ദൈവം, ഇത്രയും കാലം ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് എനിക്കൊരു പ്രയോജനമില്ല സ്വത്രം, ഇത്രയും കാലം ഞാൻ ദൈവത്തെ പിൻപറ്റിട്ട് എനിക്കൊരു ഗുണവുമില്ല സ്വത്രം, ഇത്രയും കാലം ഞാൻ ദൈവസന്നിധി പോയിട്ട് എന്നും പ്രശ്നമാ പ്രതികൂലമാ സ്വത്രം. ഇല്ല കുഞ്ഞേ, ഇല്ല. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വമായത് സ്വത്രം, അവനിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ തേജസ് അത് വലിയതാ സ്വത്രം. നാം തിരിച്ചറിയണം, നമുക്ക് ലഭിക്കാത്തത് സ്വർഗം നമ്മുടെ തലമുറയിലൂടെ തന്നു നിറയ്ക്കും. ആ നിറവ് പ്രാപിപ്പാൻ ബാല്യം മുതലേ സർവശക്തനെ മഹത്വമുള്ളവനാക്കി വളർത്തുവാൻ നമ്മൾ നമ്മുടെ തലമുറയെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രതികൂലം വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിസ്സാരമായി അതിനെ കാണാതെ നിനവെ പട്ടണക്കാർ നിലവിളിച്ചതുപോലെ എസ്തർ തന്റെ ഇരിപ്പിടത്ത് നിന്ന് ഇറങ്ങി താഴെ ഇരുന്ന് ദൈവസന്നിധി കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, ഞാനെന്ന ഭാവം നിങ്ങൾ എടുക്കാതെ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ലഭിച്ചെങ്കിൽ അത് അവിടുത്തെ ദാനമാണെന്ന് പറഞ്ഞ് ദൈവമുമ്പാകെ താഴ്ത്തിക്കൊടുക്ക. നിന്റെ തലമുറ വിജയിച്ചെങ്കിൽ, നിന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നീ കിടന്നുറങ്ങുന്ന സപ്രപഞ്ച കട്ടില് ദൈവം നിനക്ക് തന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഒരിക്കലും നിന്റെ ഉറക്കം കടന്നില്ല. Praise the Lord. ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ സ്വത്രം അതിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. സ്വത്രം എത്രയോ സഹോദരങ്ങൾ വഴിയിൽ വീണ് കിടക്കുന്നു. അതിലൊരു വ്യക്തി നീയും ഞാനും ആകാമായിരുന്നില്ലേ? സ്വത്രം എത്രയോ കുഞ്ഞുങ്ങൾ വാഹനത്തിൽ, വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്തു. തങ്ങളുടെ യാത്ര പൂർത്തീകരിക്കാൻ കഴിയാതെ വഴിമത്തിൽ തകർന്നു പോയി. കുഞ്ഞെ, നിനക്കും എനിക്കും തന്ന ആ ഒരു സൗഭാഗ്യം നിന്നെ എന്നെ കരുതിയ ദൈവത്തിന്റെ മഹത്വമോർത്ത് വിശുദ്ധ കരമുയർത്തി ദൈവത്തിന് നന്ദി പറ. സ്വർഗം നിന്റെ കൂടെ ഇരിക്കും. സർവശക്തനെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അവന്റെ മഹത്വം തേജസ്സിൽ വെളിപ്പെടേണ്ടത് ദൈവകരത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്ക്. നോക്ക്, എസ്തർ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി. സ്വത്രം. എസ്തേറിന്റെ നിലവിളി രാജധാനിയിൽ ഉയർന്നു. പുറത്ത് മൊർദെഖായും തന്റെ കൂട്ടരും ദൈവസന്നിധിയിൽ രട്ടിലും വെണ്ണീറിലും ഇരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കണ്ണുനീര് കണ്ട് മറികടന്നു പോകാത്ത ദൈവം നിലവിളിക്ക് മറുപടിയായി ഇറങ്ങി വന്നെങ്കിൽ വ്യക്തമായി ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്വത്രം ഞാൻ വാടക വീട്ടിൽ പാർക്കുമ്പോൾ കലയനാടിൻ്റെ പ്രദേശത്ത് 2 മുറിയുണ്ട്. ആ ഒരു മുറിക്കകത്ത് തീ കത്തിച്ച് കഞ്ഞി വയ്ക്കും. തൊട്ടടുത്ത മുറിയിൽ വേദനയോടെ കിടന്നുറങ്ങും. ഒരു ദിവസം സന്ധ്യയോടടുക്കുന്ന സമയം എൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ വന്നിരുന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പപ്പ, നമ്മൾ എവിടെ പോകാനാ?
ഇവിടെ വന്നത്? നമ്മളെ എന്തിനാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ഇവിടെയാണോ ഇനി നമ്മൾ പാർക്കുന്നത്? സ്വത്രം. മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചു കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ചിട്ട് സ്വത്രം ദൈവമുഖത്തേക്ക് നോക്കി കരഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ നിങ്ങൾ കരയുന്നത്? അവൻ ചോദിച്ച ചോദ്യം ശരിയല്ലേ? ഇത്രയും വർഷം നമ്മൾ ഓടിയിട്ട് നമുക്കൊരു യഥാസ്ഥാനം ഉണ്ടായില്ലല്ലോ. ആ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് നല്ലൊരു മറുപടി പറയാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? സ്വത്രം. ഒരു മറുപടി എനിക്ക് പറയാനില്ല. പക്ഷേ നിറകണ്ണുകളോടെ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാനിങ്ങനെ വാവിട്ട് പാടി, സ്വർഗനാടിനെ ലക്ഷ്യമാക്കി ഞാൻ അന്ത്യത്തോളം യാത്ര ചെയ്യും. സ്വർഗനാടിനെ ലക്ഷ്യമാക്കി ഞാൻ അന്ത്യത്തോളം യാത്ര ചെയ്യും. എന്നു ഞാൻ ചേരും നിൻ സവിധേ, അന്നൻ ദുഃഖം തീർന്നിടുമേ. എന്നു ഞാൻ ചേരും നിൻ സവിധേ, അന്നൻ ദുഃഖം തീർന്നിടുമേ. അക്കരെ അക്കരെ അക്കരയാണെൻ്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെ അക്കരെ അക്കരയാണെൻ്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞൊരു വാക്കുണ്ട്. മക്കളെ, അങ്ങക്കരെ ഈ മലയ്ക്കും അപ്പുറത്ത് സ്വത്രം കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോകുവാനാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. ഇനി ഈ മല കയറി അപ്പുറത്ത് പോകണം. അവിടെ നമുക്കൊരുക്കുന്ന ഭവനത്തിൽ മക്കളെ നമ്മൾ സന്തോഷത്തോടെ വസിക്കും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, വ്യക്തമായി പറയട്ടെ, അക്കര നാട് സ്വർഗീയ ഭവനമായി കണ്ടെങ്കിൽ ഈ ജീവിതയാത്രയിൽ അങ്ങ് സ്വർഗനാട്ടിൽ എത്തുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി സ്വർഗം ഒരു ഭവനം ഒരുക്കിയെങ്കിൽ ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ജീവിത അനുഭവങ്ങൾ പലതും കടന്നു വന്നപ്പോൾ ഹൃദയം നുറുങ്ങി പാടിയ പാട്ട് സ്വർഗത്തിലെത്തി സ്വർഗത്തിലും ലോകം മുഴുവനും അത് കൊണ്ടുപോകാൻ അനുവദിച്ചെങ്കിൽ ഈ നല്ല പകൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ആരാധന സ്തുതി ദൈവത്തിന് മഹത്വമായി മാറുമ്പോൾ നിങ്ങൾ കാണാത്ത പുത്തൻ തലത്തിലേക്ക് സ്വർഗം കൊണ്ടെത്തിക്കും. ഇന്നെൻ്റെ ഭവനത്തിൻ്റെ മുകളിൽ കയറി നിന്ന് റോഡിലേക്ക് നോക്കിയിട്ട് ഞാൻ ആ പാട്ട് പലപ്പോഴും പാടാറുണ്ട്. ഞാൻ എൻ്റെ മകനോട്, മോനെ, അന്ന് അപ്പൻ പാടിയ പാട്ടിൻ്റെ പൂർണ്ണതയാ മക്കളെ ഈ ഭവനം. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ആരും നിന്നെ സഹായിക്കാനില്ലെന്ന് ഒരു പക്ഷെ നിനക്ക് തോന്നാം. പക്ഷെ നീ പോലും അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ശ്രേഷ്ഠകരമായ ഒരു ഭവനം നിനക്ക് തന്നെങ്കിൽ അതിനകത്ത് കരച്ചിലും പല്ലുകടി ഉയർത്താതെ കൂത്തിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്താൽ അതിലും വലിയത് തന്ന് നിറപ്പാൻ സ്വർഗം മതിയായവനാ. എസ്തേർ കരഞ്ഞു, മൊർദെഖായി കരഞ്ഞു. സ്വത്രം. സ്വർഗമാ കണ്ണുനീരും നിലവിളിയും കേട്ടു. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ആ നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ, മൊർദെഖായി നിലവിളിച്ചപ്പോൾ, എസ്തേർ കരഞ്ഞപ്പോൾ, ഹാമാൻ സ്വത്രം നെടുമ്പാട് വീണു. സ്വത്രം. ആരുടെ മുമ്പിൽ? എസ്തേറിന്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്.
കുഞ്ഞേ, നിന്നെ തകർക്കും. നിന്റെ ജീവിതത്തിൽ നീ ഉയരാൻ സമ്മതിക്കുകയില്ല. നിന്റെ തലമുറയുടെ ഭാവിക്ക് ഒരു പൂർണ്ണത ഉണ്ടാകത്തില്ല. നീ ആഗ്രഹിക്കുന്ന സമാധാനം നിനക്ക് പുനഃസ്ഥാപിപ്പാൻ കഴിയത്തില്ല. നീ എത്തിച്ചേരുമെന്ന് ആഗ്രഹിച്ച തുറമുഖത്ത് നീ എത്താൻ സമ്മതിക്കത്തില്ല. നീ ഒരിക്കലും ഉയർച്ച കാണത്തില്ലെന്ന് പിശാച് വാദിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് നീ ഭയപ്പെടാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവെന്ന് പറഞ്ഞ് ദൈവകരത്തിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങ്. സ്വർഗമിറങ്ങുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന സകല ഹാമാന്യ ശക്തികളും നിന്റെ മുമ്പിൽ തകർന്നു വീഴുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഹാമാൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഹാമാന്റെ ഭാര്യ സേരസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ, എന്ത് പറ്റി? കൂടെ എന്ത് പറ്റി ചേട്ടായി? എന്ത് പറ്റി? സ്വത്രം അച്ചായ, എന്ത് പറ്റി? സ്വത്രം എടി, ഞാനാ മൊർദെഖായിയുടെ മുമ്പിൽ തോറ്റുപോയി. സ്വത്രം സകലത്തെയും ജയിച്ച് കീഴടക്കാൻ ശ്രമിച്ച ഞാൻ മൊർദെഖായിയുടെ മുമ്പിൽ തോറ്റുപോയി. അമ്മാമയ്ക്ക് ബോധം വന്നത് അപ്പോഴാ. സ്വത്രം അമ്മാമ്മ പറഞ്ഞ വാക്ക് ശ്രദ്ധ വെച്ച് ബൈബിളിൽ എഴുതി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. സ്വത്രം അവൻ യഹൂദനെങ്കിൽ, അവൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, അവൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ആശ്രയിക്കുന്നെങ്കിൽ, ഹാമാനെ, നീ അവനെ ജയിക്കുകയില്ല. ഈ നല്ല പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങൾ നിലവിളി സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗത്തിലെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതിക്ക് തന്ന് നിറപ്പാൻ മനസ്സുള്ളവനായി നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. വ്യക്തമായി പറയട്ടെ, സേരസ് പറയുകയാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, അവൻ യഹൂദനെങ്കിൽ, അവൻ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നിടത്തോളം കാലം നീ അവനെ ജയിക്കില്ല. ഈ നല്ല പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പുകളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പ്രാർത്ഥിച്ചു തുടങ്ങ്. അവരെ ഇവരെ നോക്കി പ്രാർത്ഥിക്കാതെ, അവിടെ ഇവിടെ നോക്കി പ്രാർത്ഥിക്കാതെ, അവിടെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന രൂപക്കൂടിനെ ധൂപക്കൂടിനെ നോക്കി പ്രാർത്ഥിക്കാതെ, കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്ക്. അവൻ ക്രൂശിൽ കിടക്കുന്നവനല്ല, മരണത്തെ പാതാളത്തെ ജയിച്ച് പിതാവിന്റെ മകയുടെ വലതുഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മരിച്ച കർത്താവോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. സ്വത്രം. ലോകം പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാതെ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ച് സ്വത്രം അവനോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ അവൻ നിന്നോട് കൂടെ നിൽക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ നല്ല പകൽക്കാലം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ സകല ശത്രുവിനെയും പരാജയപ്പെടുത്തുവാൻ എനിക്ക് കഴിയും. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ദാവീദ് പറഞ്ഞതുപോലെ എങ്കിലേക്ക് ഒന്നയക്കണമേ. നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരം ചെയ്യുവാൻ സ്തുതിയും ആരാധനയും അല്ലാതെ മറ്റൊന്നുമില്ല. ദൈവമേ, നിന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുവാൻ എന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെ, എന്നിലെ കുറവുകളെ, എന്നിലെ പരാജയങ്ങളെ എടുത്തു മാറ്റി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വിജയം തരുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണമെന്ന് സർവശക്തന്റെ മുഖത്തേക്ക് നോക്കി ഈ നല്ല പകൽക്കാല ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകലിൽ പറഞ്ഞു തുടങ്ങുക. സ്വർഗം നിന്റെ കൂടെ വരും. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം ഈ പകൽക്കാലം നീ കാണും. ആ കർത്താവിനോട് കൂടെ നമുക്കിരിക്കാം. മൊർദെഖായി പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുമടക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് പറഞ്ഞെങ്കിൽ മൊർദെഖായിയുടെ കണ്ണുനീരിനെ മറികടന്ന് പോകാതെ എസ്തേറിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ മതിയാവരാകിയാൽ അവന്റെ കരുത്തിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.